ഈ പൂർവജന്മത്തിൽ കല്യാണം കഴിക്കാതെ പ്രേമിച്ചിട്ട് വിട്ടവരുണ്ട്. അപ്പോൾ അത് ഈ ജന്മത്തിൽ അവർ ചേരും. നവാംസകത്തിൽ ഒരു ഗ്രഹം 4ആയിട്ട് അതിൻ്റെ വിധിയെ നടത്തും. അതായത് ധർമ്മം, അർത്ഥം, കാമ, മോക്ഷം ഇങ്ങനെ നടത്തും. 2 സ്ഥാനമും അത് നല്ലതുപോലെ വലുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ഭാര്യ ഉണ്ടാകും. ഇതുപോലെ ചിലർക്ക് അവർ അന്യരാജ്യത്തിൽ ചെന്ന് ജോലി ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം അവിടെയും ഒരു കുടുംബം ഉണ്ടാകും, ഇരിക്കുന്ന സ്ഥലത്തും ഒരു കുടുംബം ഉണ്ടാകും. ചിലർക്ക് കല്യാണം നമുക്ക് അമ്മയും അച്ഛനും നാട്ടുകാരെല്ലാവരുടെയും മുമ്പിലും വെച്ച് ഈ ലോകം അറിയുന്നത് പോലെ നല്ല മംഗളകരമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു വിധിയുണ്ട്. അങ്ങനെ വിധിയുള്ളവർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാം. ചിലർക്ക് അങ്ങനെ ആവത്തില്ല. ഇത് ബാക്കിലൂടെ, അടുക്കള വാതിൽ പോലെ ബാക്കിലൂടെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട്. കല്യാണം എന്ന് പറയുമ്പോൾ ചിലരുടെ ജാതകത്തിൽ കല്യാണം നിൽക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 7 വർഷം ആകുമ്പം ഈ കല്യാണം അങ്ങ് പൊട്ടിപ്പോകും. ചിലർക്ക് രണ്ടാമത് വേറെ ഒരു കല്യാണം നടക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് 2 കല്യാണം വന്നത്? ഇങ്ങനെ ജ്യോതിഷത്തിനകത്ത് ചെന്ന് നോക്കിയാൽ അവർക്ക് ഈ പൂർവജന്മം എന്നൊരു ജന്മമുണ്ട്. ഈ പൂർവജന്മത്തിൽ കല്യാണം കഴിക്കാതെ പ്രേമിച്ചിട്ട് വിട്ടവരുണ്ട്. അപ്പോൾ അത് ഈ ജന്മത്തിൽ അവർ ചേരും. പക്ഷേ ജ്യോതിഷ ശാസ്ത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തിൽ ഒരു ജന്മം, ആ ജന്മത്തിൽ ഒരു ബാലൻസ് ചിലർക്കുണ്ട്. ആ ബാലൻസ് ഈ ജന്മത്തിൽ നമ്മൾ ജീവിച്ച് അങ്ങ് കഴിക്കണം. ഒന്ന്, എന്നിട്ട് ഈ ജന്മത്തിലും നമുക്ക് ഒരു ജീവിതമുണ്ട്. അപ്പം ഈ ജീവിതവും നമുക്ക് ഏറ്റെടുക്കണം. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് കല്യാണം 2ആയി മാറും. അത് എങ്ങനെ ഇതറിയാം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് 4 രാശിക്കാരുണ്ട്. ഒന്ന് ഇടവ രാശി, ഒന്ന് ചിങ്ങരാശി, മറ്റൊന്ന് വൃശ്ചിക രാശി, എന്നിട്ട് ഇനിയൊന്ന് കുംഭരാശി. ഈ രാശിക്കാർ 4 പേർക്കും കഴിഞ്ഞ ജന്മത്തിലുള്ള ബാലൻസ് ഉള്ളവരാണ്. ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, ഈ 4 രാശിയിലും ശുക്രൻ ഇരിക്കുവാണെങ്കിൽ കല്യാണത്തിനെ കുറിച്ചുള്ള ബാലൻസ് ഉണ്ട്. എന്നിട്ട് ചൊവ്വ ഇരിക്കുവാണെങ്കിലും ഈ കല്യാണത്തെക്കുറിച്ചുള്ള ബാലൻസ് ഉണ്ട്. അപ്പം ഇത് 2 മനസ്സിലാക്കാം. ഇത് മാത്രം പോരാ, ഇനിയും ഗ്രഹങ്ങളുണ്ട്. അത് അതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. അതുപോലെ ദിശാബുദ്ധികളും ദിശാ അപഹാരം എന്നത് വരും. ഈ ദിശാ അപഹാര കാലത്തിലും അതിൻ്റെ വിധി, നവാംസകത്തിൽ ഒരു ഗ്രഹം 4ആയിട്ട് അതിൻ്റെ വിധിയെ നടത്തും. അതായത് ധർമ്മം, അർത്ഥം, കാമ, മോക്ഷം ഇങ്ങനെ നടത്തും. ശുക്രനാണെങ്കിൽ അതിൻ്റെ 20 വർഷത്തിൻ്റെ ദശ അത് 5 വർഷമായിട്ട് നടത്തും. ഏത് നവാംസകത്തിൽ ഏത് രാശിയിൽ ഇരിക്കുന്നുണ്ടോ അവിടെ നിന്നുകൊണ്ട് 5 വർഷമായിട്ട് നടത്തും. അത് മുകളിലോട്ടും പോകും, താഴോട്ടും വരും, അത് നീചത്തിലോട്ടും പോകും, ഉച്ചത്തിലോട്ടും പോകും, അല്ലെങ്കിൽ ഇറങ്ങി കയറും, അല്ലെങ്കിൽ കയറി ഇറങ്ങും. ഇങ്ങനെയൊക്കെ അത് പോകും. ഇതുകൊണ്ട് നമുക്ക് വിധി അറിയാം. ഇത് പോകുന്ന സമയത്തും ഞാൻ പറഞ്ഞ 4 രാശിനകത്ത് പോകുമ്പം ഇവർക്ക് പൂർവജന്മത്തിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടായാൽ അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വരും. അത് അല്ലാതെ പൂർവജന്മത്തിലുള്ളത് അല്ലാതെ ചിലർക്ക് 2 കല്യാണം ഉണ്ടാകും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ എരി നക്ഷത്രം എന്ന് പറയും. അത് പെട്ടെന്ന് വാനത്തിൽ നിന്ന് അങ്ങ് കത്തി കാണാതെ പോകും. കത്തും, വാനത്ത് നോക്കിയാൽ ഇത് കത്തി അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇത് 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം വരയ്ക്കും ചിലരോട് കൂടെ ഉണ്ടാവും. പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ വരത്തില്ല. ഇതുപോലെ ചിലർക്ക് ഈ 2 കല്യാണം എന്ന് പറയുമ്പം എല്ലാവരുടെ ജാതകത്തിലും 2 കല്യാണത്തിൻ്റെതും ഉണ്ട്. അത് ഒന്ന് കുംഭത്തിലും ഒന്ന് തുലാത്തിലുമുണ്ട്. 2 രാശിയും 2 ഭാര്യമാരാണ്, അല്ലാതെ 2 ഭർത്താമാരാണ്. ഇപ്പൊ ഈ 2 രാശിയും നമുക്ക് കൊണ്ട് ഒരു ജാതകത്തിൽ 2 സ്ഥാനമും അത് നല്ലതുപോലെ വലുത്തിട്ടുണ്ടെങ്കിൽ
അവർക്ക് 2 ഭാര്യ ഉണ്ടാവും. ഇതുപോലെ ചിലർക്ക് അവർ അന്യരാജ്യത്തിൽ ചെന്ന് ജോലി ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം അവിടെയും ഒരു കുടുംബം ഉണ്ടാവും, ഇരിക്കുന്ന സ്ഥലത്തും ഒരു കുടുംബം ഉണ്ടാവും. ഇതും ഈ പൂർവജന്മത്തിലുള്ള ബാലൻസ് ആണ്. അപ്പോൾ ഇവർ എങ്ങനെ ഇത് അനുഭവിക്കും, പൂർവജന്മത്തിലുള്ള ബാലൻസ് എങ്ങനെ അനുഭവിക്കും എന്ന് നോക്കിയാൽ ഇങ്ങനെ അനുഭവിക്കും. കല്യാണമായിട്ട് കഴിച്ച് അങ്ങനെ അനുഭവിക്കും. അല്ലാതെ ഒന്നിനെ പിരിച്ച് വിട്ടേച്ച് മറ്റൊന്നിനെ ചേർക്കും. ഇതുപോലെ പല രീതികളുണ്ട്. ഒരു രീതിയല്ല, പല രീതികളിലാണ് നമ്മളിത് അനുഭവിക്കാൻ പോകുന്നത്. ചിലപ്പം സ്വന്തം നാട് വിട്ടുപോയി അന്യരാജ്യത്തിൽ ആ പെണ്ണിരിക്കും, ആ ചെറുക്കനും അങ്ങനെ ഇരിക്കും. അത് വേറെ ഭാഷയിലായാലോ വേറെ മതത്തിലായാലോ വേറെ രാജ്യത്തിലും ആയിരിക്കും. ഇതും പൂർവജന്മത്തിലുള്ളതാണ്. ഇങ്ങനെ പൂർവജന്മത്തിലുള്ള കണ്ടിന്യൂറ്റി ഏത് രാശിക്കാർക്കുണ്ടോ അത് ഈ ജന്മത്തിൽ അവർ അനുഭവിച്ച് തന്നെ തീർക്കും. പക്ഷെ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുമ്പം ഈ വാനം മുഴുവനും കിഴക്ക് നമ്മൾ നോക്കിയാൽ ഒരു 90 ഡിഗ്രി, മൊത്തം 180 ഡിഗ്രി ഉണ്ട് ഈ അരവട്ടം. അതിൽ 90 ഡിഗ്രിയിൽ ഒരു ചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചക്രം 12 രാശിയായിട്ട് അത് പിരിച്ചിട്ടുണ്ട്. അതിനകത്ത് 7 അധിപന്മാരെ കൊടുത്തിട്ടുണ്ട്. അത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ 7 അധിപന്മാരും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അധിപന്മാർ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുമ്പം നമുക്ക് എഴുതിയിരിക്കുന്ന വിധി, ഇവർ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കാലം, നമുക്ക് ഈ ദിശാന്തരം എന്ന് വരുന്ന കാലത്തിൽ ഇത് നമുക്ക് ഇങ്ങനെ സംഭവിക്കും. അതല്ലാതെ ഗോചാരം എന്ന് പറയും. ഈ ഗോചാരം എന്ന് പറയുന്ന സമയത്തും ഈ ഗ്രഹങ്ങൾ ആ സ്ഥലത്ത് വരുമ്പം നമുക്ക് അത് സംഭവിക്കും. ഇത് ശുക്രനെ ചൊവ്വ ചേരുന്ന സമയത്തും അതേ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയത്തും ശനി ദൃഷ്ടി ചെയ്യുന്ന സമയത്തൊക്കെ ഇതുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഈ സമയത്തിൽ ഇതുണ്ടാവും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ സമയം കഴിഞ്ഞു പോയോ അല്ലാതെ വീണ്ടും ഉണ്ടോ എന്ന് നമുക്ക് പറയാം. ചിലർക്ക് 2 ഭാര്യയോട് തന്നെ ജീവിക്കേണ്ടി വരും, ചിലർക്ക് ഒന്ന് വിട്ടേച്ച് ജീവിക്കേണ്ടി വരും, ചിലർക്ക് ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ട് ഈ ജന്മത്തിലുള്ളത് അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചു കാലം അവരോട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ തനിച്ച് വിധവയായി ജീവിച്ചിട്ട് നെക്സ്റ്റ് ജന്മത്തിൽ അതെല്ലാം ചേർത്ത് ജീവിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ഈ കല്യാണം എന്ന് പറയുന്നതിനുള്ളിൽ അവരുടെ ജാതകത്തിൽ ഇത് അതിനകത്ത് ചെന്ന് നോക്കിയാൽ ഇത് അവർക്ക് അറിയാം. ഇതുപോലെ ഒരുപാട്. അത് അല്ലാതെ ഇപ്പോൾ ചിലർ ഈ കല്യാണത്തിന് വേണ്ടി സ്വന്തം രാജ്യം വിട്ട് അന്യരാജ്യത്ത് പോകും. അത് ഫ്രണ്ടിൽ കൂടി കല്യാണം എന്നുണ്ട്, ബാക്കിൽ കൂടി കല്യാണം എന്നുണ്ട്. ചിലർക്ക് കല്യാണം നമുക്ക് അമ്മയും അച്ഛനും നാട്ടുകാരെല്ലാവരുടെയും മുമ്പിലും വെച്ച് ഈ ലോകം അറിയുന്നത് പോലെ നല്ല മംഗളകരമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു വിധിയുണ്ട്. അങ്ങനെ വിധിയുള്ളവർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാം. ചിലർക്ക് അങ്ങനെ ആവത്തില്ല. ഇത് ബാക്കിലൂടെ, അടുക്കള വാതിൽ പോലെ ബാക്കിലൂടെ തന്നെ കല്യാണം കഴിക്കണം എന്നുണ്ട്, എന്നാലേ അവർ നന്നാവും. അപ്പൊ ഇതുപോലുള്ളവർക്ക് നമുക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കും. അന്യരാജ്യത്തിൽ പോകുമ്പം അവിടെ വെച്ച് ഒരു പെണ്ണിനെ കണ്ട് അങ്ങനെ കല്യാണം കഴിക്കും. ഇതുപോലെ ചില ജാതകത്തിലുണ്ടാവും. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ജന്മത്തിലുള്ള ബാലൻസ് ഇങ്ങനെ വരുവാണെങ്കിൽ ആ പെണ്ണ് തന്നെ ആദ്യം കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു ആണായിരിക്കും. ഇതുപോലെ ജാതകത്തിൽ അതിനകത്തുണ്ട് എങ്ങനെ കല്യാണം കഴിക്കണ്ടേ. മുൻവാതിലാണോ അല്ലാതെ പുറവാതിലാണോ? ചിലർക്ക് പുറവാതിലെങ്കിൽ ഓക്കെ, ചിലർക്ക് മുൻവാതിലിൽ കൂടെ പോകണം. പുറവാതിലിൽ കൂടെ പോകുന്നവർ മുൻവാതിലിൽ കൂടെ കല്യാണം നോക്കിയാൽ നടക്കത്തില്ല. അതുപോലെ മാറിയും നടക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.